ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യൽ സാരീസ് ആണ് നമ്മൾ ഇന്നും കാണുന്നത്. കോട്ടൺ ചെക്കോട്ടയും സിൽക്കി ചെക്കോട്ടയിലുമാണ് നമ്മൾ കാണുന്നത്. വൈറ്റ് ആൻഡ് റെഡ് കളർ സാരീസ് ആണ് നമ്മൾ കാണുന്നത്. രണ്ട് സാരി വിത്ത് ബ്ലൗസ് പീസും രണ്ടെണ്ണം വിത്തൗട്ട് ബ്ലൗസ് പീസുമാണ്. മിക്സ് മെറ്റീരിയൽ ആണ്. സിൽക്കി ചെക്കോട്ടയുണ്ട്, സിൽക്കി കോട്ടയുണ്ട്, അതുപോലെ തന്നെ കോട്ടൺ ചെക്കോട്ടയുണ്ട്. അപ്പം മിക്സ് മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. വൈറ്റും റെഡും സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. പ്യോർ വൈറ്റ് സാരിയിൽ ഒരു ചെക്കോട്ട സാരിയിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ക്രിസ്മസ് തീമിൽ വന്നിരിക്കുന്നതാണ്. റെഡ് ലേസി ഡേസി ഫ്ലവേഴ്സാണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം നല്ല ബോട്ടിൽ ഗ്രീൻ കളറായിട്ടുള്ള ബ്രൈറ്റ് ഗ്രീൻ കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ സ്റ്റെം തയ്ച്ചേക്കുന്നത്. നടുക്ക് എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ നടുക്ക് ഒരു കുഞ്ഞ് ബീഡും വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പേള് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു റീത്ത് മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സാരിയിൽ. മുന്താണിയുടെ ഒരു വശത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ചെസ്റ്റ് പോർഷനിലാണ്, റണ്ണിങ് പോർഷനിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഷോൾഡർ പ്ലീറ്റിലാണ് പിന്നെ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ പോർഷനിലാണ്. കാലിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ 3 ഫ്ലവർ പാറ്റേൺ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. റീത്ത് മോഡലിലല്ല ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് ഇതുപോലെ ചെയ്തിരിക്കുന്നതാണ്. 10 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 സ്ലീവിലും ഇതുപോലത്തെ ഡിസൈനും പ്ലീറ്റ്സിൽ ബോട്ടം പ്ലീറ്റ്സിലും ഇതുപോലത്തെ 5 to 6 ഡിസൈൻസ് ഉണ്ട് ഇതുപോലത്തെ. പിന്നെ ഇതാണ് റീത്ത് മോഡലിലാണ് നമ്മൾ സർക്കിൾ ഡിസൈനാണ് നമ്മുടെ മുന്താണിയിലും അതുപോലെ തന്നെ ഷോൾഡർ പ്ലീറ്റിലും 3 എണ്ണം വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1489 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് വേറൊരു സിൽക്കി ചെക്കോട്ടയാണ് മെറ്റീരിയൽ. വൈറ്റ് കളർ സാരി തന്നെയാണ്. അതിൻ്റെ അകത്ത് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വൈറ്റിൻ്റെ അകത്ത് ലൈറ്റ് ബ്ലൂ കളർ, ടർക്കോയിസ് ബ്ലൂ കളറാണ് ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഒരു വശത്ത് കാണുന്ന വശത്ത് ഒരു വലിയ ഡിസൈൻ, പിന്നെ നടുക്കും മറുവശത്തും ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ഡിസൈനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത് സാരിയിൽ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ മുന്താണിയുടെ ഭാഗത്ത് കണ്ട പോലത്തെ ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിലും. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ്. ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലത്തെ 3 ഡിസൈൻ നമ്മൾ അടുപ്പിച്ച് ഫ്രണ്ടിൽ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസ് വലുത് 3 എണ്ണം ഷോൾഡർ പ്ലീറ്റിലും 1 എണ്ണം കാലിൻ്റെ അവിടെ സ്റ്റാൻഡിങ് പൊസിഷനിലും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതാണ് കാലിൻ്റെ അവിടെ വരുന്നത് സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചേക്കുന്നതും. പിന്നെ കാലിൻ്റെ മുന്താണിയിൽ 1 എണ്ണം, പിന്നെ റണ്ണിങ് പോർഷനിലും മുന്താണിയുടെ നടുക്കും മറുവശത്തും ഒരു മീഡിയം സൈസ് ആയിട്ട് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ 6 എണ്ണമാണ് ഈ സാരിയിൽ വരുന്നത്. അപ്പോൾ ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല കേട്ടോ. അപ്പോൾ ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ ടർക്കോയിസ് ബ്ലൂവിൻ്റെ കളർ ആയാലും ബ്ലൗസ് പീസ് ഇടാം, വൈറ്റ് ആയാലും ഓക്കെയാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1790 ആണ് ഇതിൻ്റെ റേറ്റ്. ഷാഡോ വർക്ക് ആയതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത്. അടുത്തത് ഒരു വൈറ്റ് സിൽക്കി ചെക്കോട്ടയുടെ അകത്ത് നമ്മൾ വീണ്ടും ഒരു ഷാഡോ വർക്കാണ്. ഇതിൻ്റെ അകത്ത് റെഡ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത്, ലീഫ് ആണെങ്കിലും ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്താണിയുടെ ഒരു വശത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. നടുക്ക് പോർഷനിൽ ഇതുപോലത്തെ ഒരു സിംഗിൾ ഫ്ലവറും ലീഫുമായിട്ട് മറുവശത്തും മുന്താണിയുടെ മറുവശത്തും ഇങ്ങനത്തെ ഒരു സിംഗിൾ ഫ്ലവറാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ റണ്ണിങ് പോർഷനിലും ആ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഉണ്ട്. റണ്ണിങ് പോർഷനിലും ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെയാണ് ഡിസൈനിങ് വരുന്നത്. ഒരു വലിയ ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ, അങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും ചെയ്തിട്ടുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇതിന് റെഡോ വൈറ്റോ ബ്ലൗസ് പീസ് യൂസ് ചെയ്യാവുന്നതാണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ റെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് പിങ്ക്, ആ ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഇതിൻ്റെ അകത്ത് വരുന്ന കാരണം റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ കോമ്പിനേഷൻ ഇതിന് ചേരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സാരിയുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1730 ആണ് ഇതിൻ്റെ റേറ്റ്.
അടുത്തതൊരു റെഡ് കളറാണ്, നല്ല ബ്രൈറ്റ് റെഡ് സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ബ്ലൂ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് റെഡിൻ്റെ അകത്ത്. ഇതും ഷാഡോ വർക്ക് ഡിസൈനാണ്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. പിന്നെ നടുക്ക് പോർഷനിലും അതുപോലെ തന്നെ മറുവശത്തും ഇതുപോലത്തെ ഒരു സിംഗിൾ ഫ്ലവറും ലീഫും ആയിട്ടാണ് ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലും ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ, ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുവരെ തയ്ച്ചിട്ടുണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ കണ്ട സാരിയും പിന്നെ നമ്മൾ അവസാനം കണ്ട റെഡ് സാരിയിലുമാണ് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ഉള്ളത്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ ഷാഡോ വർക്ക് ഇത്തിരി വലിയ ഡിസൈനാണ്, അതുകൊണ്ട് റേറ്റും ഇത്തിരി കൂടുതലാണ്. വിത്ത് ബ്ലൗസ് പീസും ആയതുകൊണ്ട് ഇതിന് 1830 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്നത്തെ 4 സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അതിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഏത് സാരിയാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഓർഗൻസ മെറ്റീരിയൽ പെയിൻറ്റ് ചെയ്ത ടോപ്പ് മെറ്റീരിയൽസ് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അതുപോലെ ചെയ്തു തരാം. അപ്പം ഞാൻ അതിൻ്റെ ഒരു പീസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ ടോപ്പും ഷോളും നിറച്ചും ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലത്തെ റീക്രിയേഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ വേറെ ഏതെങ്കിലും ചെയ്യണം, വേറെ ഒരു പാറ്റേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് സമയമെടുക്കും ഓർഗൻസിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ആ മെറ്റീരിയലിൽ പെയിൻറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് കുറച്ച് ടൈം നമുക്ക് വേണം അത് പെയിൻറ്റ് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.